ഞങ്ങളിപ്പോഴേ ഈ ജപ്പാനിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്ഥലമാണ്. ഇതിന് നിനൻസാക്കാന്ന് ഈ സ്ഥലത്തിൻ്റെ പേര്. എന്തുമാത്രം ടൂറിസ്റ്റുകളാണ് ഇവിടെ വന്ന് ഉണർന്നിരിക്കും. ഇത് സ്കൂൾ കുട്ടികൾ ഉൾപ്പെടെ എല്ലാവരും ഉണ്ട്. കണ്ടോ, മനോഹരമായൊരു പ്രദേശമാണ്. ഒരു മലയുടെ മുകളിലേക്ക് ഞങ്ങളിപ്പോൾ നടന്ന് കയറിയിട്ടുണ്ട് കേട്ടോ. ഇവിടെ നടന്ന് കയറി ഇവിടെ കുറച്ച് ടെമ്പിൾസ് ഉണ്ട്. ഇത് കാണാൻ ഈ ആളുകൾ വന്നത്. എന്തുമാത്രം 1000-10,000 ആളുകൾ ദിവസവും കയറി വന്ന് ഫോട്ടോ ഒക്കെ എടുത്ത് കപ്പിൾസൊക്കെ ഒന്നിച്ച് നിന്നുള്ള ഫോട്ടോ. നിങ്ങൾക്കറിയാം ഇതിനകത്ത് ഫോട്ടോ എടുക്കാൻ വേണ്ടി നിൽക്കണമുണ്ടോ? ഉണ്ടോ? അവരൊക്കെ ഇങ്ങനെ ഫോട്ടോ ഒക്കെ എടുത്ത് ഇങ്ങനെ നിൽക്കുകയാണ്. എൻ്റെ മുകളിലേക്ക് മുകളിൽ നോക്കുമ്പോൾ ഇതൊക്കെ അവരുടെ പ്രധാനപ്പെട്ട ടെമ്പിളുകളും കാര്യങ്ങളുമാണ്. ആ മുകളിൽ പല പല ടെമ്പിളുകളുണ്ട്. ഇത് കാണാനാണ് ആളുകൾ വന്ന് വരുന്നത്. ഇത് വേറൊരു ടെമ്പിള്. ആ ടെമ്പിളിൻ്റെ കീഴെ ആളുകൾ നിൽക്കുന്നു. ഇതിങ്ങനെ അങ്ങോട്ട് മല, ഈ മലയാൽ ചുറ്റപ്പെട്ട ഒരു സ്ഥലത്താണിപ്പോൾ ഞങ്ങൾ വന്ന് നിൽക്കുന്നത് കേട്ടോ. രണ്ട് ആളുകൾ കയറി ഇറങ്ങി വളരെ മനോഹരമായ കാഴ്ചയാണ് ഇതിന് ചുറ്റും. ഇത് നിനൻസാക്ക എന്ന സ്ഥലമാണ്. നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റിയ ഒരു സ്ഥലമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കണ്ടോ, മനോഹരമാണ്. അവരുടെ ജാപ്പാനീസ് സ്റ്റൈലിലുള്ള കൺസ്ട്രക്ഷൻ ഉണ്ട്. ഇത് വർഷങ്ങൾക്ക് മുമ്പ്. ഇതൊരു ട്രഡീഷണൽ പ്ലേസാണ്. അവരുടെ വീടുകളൊക്കെ ഒരുപാട് പഴയ വീടുകളാണ്. അപ്പോൾ ഈ പഴയ വീടുകളിൽ കണ്ടോ, അവിടെ ബിസിനസ്സാണ് ഏറ്റവും പ്രധാനം. കാരണം ഇത്രമാത്രം ഈ ടൂറിസ്റ്റുകൾ വരുമ്പോഴേ ഇവിടെ ഭയങ്കര ബിസിനസ്സും കാര്യങ്ങളുമാണ് നടക്കണേ കേട്ടോ. അവരുടെ ട്രഡീഷണൽ ഐറ്റംസ് എല്ലാം ഇവിടെ നിന്ന് പോവും, വിറ്റ് പോവും. എന്ത് സാധനം ഉണ്ടോ എല്ലാം കൊണ്ടുവന്ന് ഇവിടെ വെച്ചിട്ടുണ്ട്. അത് നമ്മൾ മേടിച്ചോണ്ടാൽ മതി. അവർ ചോദിക്കുന്ന കാശ് എണ്ണി കൊടുക്കണം. എണ്ണി കൊടുത്ത് അത് നമ്മൾ മേടിച്ചാൽ നമുക്ക് വീട്ടിൽ കൊണ്ടുപോകാം. ചിലപ്പോൾ എയർപോർട്ടിലൊക്കെ വെച്ച് എടുത്ത് കളയാനും വഴിയുണ്ട്. അങ്ങനെയുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ എയർപോർട്ടുകളിൽ നമുക്ക് കൊണ്ടുപോകാൻ പറ്റിയ കാര്യങ്ങൾ എന്താണെന്ന് നോക്കണം. ഇതുണ്ടോ, ഇതിവിടെ ഇതിനകത്തൊരു വലിയ മണി കെട്ടി തൂക്കിയിട്ടുണ്ട്. നമ്മുടെ പള്ളികളിലൊക്കെ ഉള്ള മണികളില്ലേ എന്ന് പറഞ്ഞൊരു മണി ഇതിനുള്ളിൽ കെട്ടി തൂക്കിയിട്ടുണ്ട്. ഒരു വലിയ മണി. അത് ബെല്ലടിച്ച് പണ്ടൊക്കെ ഒരു മൊണാസ്ട്രി സ്റ്റൈലിലുള്ള ജീവിതമായിരുന്നില്ല ഇവരുടെയൊക്കെ. അപ്പം ഈ മോങ്കുകൾ വന്ന് ഭക്ഷണത്തിനും പ്രാർത്ഥനയ്ക്കുമൊക്കെ ചിലവഴിച്ചുകൊണ്ടിരുന്ന സ്ഥലങ്ങളാണിതെല്ലാം. അപ്പോൾ ആ ടൈമിൽ ഇവർ വരും. വേണ്ട മുകളിലേക്ക് അതെല്ലാം ട്രഡീഷണൽ സ്റ്റൈലിലുള്ള കൺസ്ട്രക്ഷനാണ്. ഇവിടെ ഇത് ഞങ്ങളിപ്പോൾ ഏകദേശം ഈ മലയുടെ മണ്ടയിലേക്ക് ഞങ്ങൾ വന്ന് എത്തിച്ചേർന്നു. അപ്പോൾ ഇതിനുള്ളിലൊക്കെ ഇവിടെയൊക്കെ നമുക്ക് വേണ്ട എന്തുവാ അതിനുള്ളിൽ കിട്ടുന്ന അത് റെസ്റ്റോറൻ്റ് ആക്കിയിരിക്കുകയാണ്. ഒരു ടെമ്പിൾ റെസ്റ്റോറൻ്റായി മാറി. കാരണം എനിക്ക് തോന്നി ഇപ്പോഴത്തെ തലമുറകളൊന്നും ടെമ്പിളിൽ പോകുന്നില്ലല്ലോ. ഇന്നിപ്പോൾ ടെമ്പിളിൽ പോയിട്ട് ഒന്നും കാര്യമില്ല എന്നവർക്ക് മനസ്സിലായതുകൊണ്ടായിരിക്കാം ഇപ്പോൾ മിക്കവാറും ആളുകളൊക്കെ ഈ ന്യൂ കപ്പിൾസൊക്കെ മാറിക്കഴിഞ്ഞു. അപ്പോൾ ഞങ്ങളിങ്ങനെ ഓരോന്ന് കണ്ട് അങ്ങ് കേട്ട് പോയാണ്. ചില കുട്ടികളൊക്കെ ഇതെല്ലാം ഫോറിനേഴ്സാണ്. ഇവിടെ വന്ന് കണ്ടോ ഈ ട്രഡീഷണൽ സ്റ്റൈലിലുള്ള അവരുടെ കുപ്പായമൊക്കെ മേടിക്കുക. വാടക റെൻറ്റിന് കിട്ടും. അതങ്ങ് ഊരി കൊടുത്തിട്ടുണ്ടാകും അത് കാശ് കൊടുത്തിട്ട്. അപ്പോൾ അതൊക്കെ ഇങ്ങനെ എടുത്തുകൊണ്ട് ഇരിക്കുന്ന ഒരു രീതിയാണ്. തനതായ കളറൊക്കെ അടിച്ച് ഇതെല്ലാം മരങ്ങളിൽ ഉണ്ടാക്കിയൊക്കെയാണ്. മരപ്പണിയാണ്. വലിയ വലിയ കല്ലുകളൊക്കെ എത്രയോ വർഷങ്ങൾ പഴക്കമുള്ളതാണ്. ആ കല്ലുകളെല്ലാം വെട്ടി ഉണ്ടാക്കിയിരിക്കുന്ന സ്ഥലങ്ങളാണ്. ഉണ്ട് ഇതെല്ലാം ഇവിടെ ഉണ്ട്. കുറേ ടെമ്പിൾസ് ഇത് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. കുറേ ടെമ്പിൾസ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. കണ്ടോ, നിങ്ങൾക്ക് കാണാൻ പറ്റുന്നു. ഇതിൻ്റെ വലിയൊരു മല, ആ മൗണ്ടനിൽ തന്നെയാണ് ഈ സംഭവങ്ങളെല്ലാം ഒരു ക്രമീകരിച്ചത്. അപ്പോൾ എനിക്ക് തോന്നുന്നത് പണ്ടൊക്കെ ഈ പില്ലർ സ്റ്റെയിൻസ് എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടില്ലേ? പഴയ കാലങ്ങളിൽ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് യേശുക്രിസ്തുവിൻ്റെ കാലത്തൊക്കെ പില്ലർ സ്റ്റെയിൻസാണ്. ഈ മുകളിൽ വന്നിങ്ങനെ ആരും അറിയാതെ കയറാത്ത സ്ഥലങ്ങളിലൊക്കെ വന്ന് ഈ മോങ്കുകൾ ഇങ്ങനെ പ്രാർത്ഥിക്കും. അങ്ങനെയുള്ള ഒരു സ്പെഷ്യൽ ഒരു പ്ലേസസൊക്കെയാണിത്. ഇതൊക്കെ അവരുടെ സേക്രഡ് പ്ലേസാണ്. പക്ഷേ ഇന്ന്
ഇവിടെ ഇപ്പോൾ വിസിറ്റേഴ്സിൻ്റെ കളിയായി. കാരണം ഇന്നിപ്പോൾ ഇവിടെ മൂങ്കുകളൊന്നും കാണാനായിട്ട് കഴിയുന്നില്ല. വളരെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉള്ളൂ. ഇതൊക്കെ ഗവൺമെൻറ്റിൻ്റെ അണ്ടറിലാണ് ഈ സംഭവം ഇപ്പോൾ കേട്ടോ. ഗവൺമെൻറ് നമ്മുടെ പഴയ ഈ രാജാക്കന്മാരുടെ കാലഘട്ടമല്ലേ, രാജാക്കന്മാരുടെ. അപ്പോൾ ഈ രാജാക്കന്മാരുടെ കാലഘട്ടത്തിൽ നമുക്ക് ഉണ്ടായിരുന്ന പോലെയുള്ള വലിയ തൂണുകളിലാണ് ഇതിൻ്റെ എല്ലാം പണികൾ. ഈ തൂണ് ചെതലോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു കാര്യങ്ങളും ഇതിനില്ല കേട്ടോ. ഇതിന് വലിയ ചെതലും നിങ്ങൾക്ക് കാണാൻ പറ്റുമോ? ഒരു ചെതലും ഇല്ല. അത്രയ്ക്ക് ബ്യൂട്ടിഫുള്ളായിട്ട് ഇത് ഒന്നുമല്ല. ഇത് ഇവിടെ ഇങ്ങനെ പലതും ഉണ്ട് ഇവിടെ ഉണ്ടോ. ഇത് ഒരെണ്ണമാണ്. ഇതിനകത്ത് എന്നാണെന്ന് നമുക്ക് അറിയാൻ പറ്റണില്ല. ഇതിനകത്തൊന്നും നമുക്ക് എന്നാന്ന് അറിയാൻ പറ്റുന്നുണ്ട്. ഇങ്ങനെ കിടക്കുക. അവിടെ വണ്ടിയിലുണ്ട്, ആളുകളുണ്ട്, അങ്ങനെയൊക്കെ. ഇത് കൊച്ചു കുട്ടികൾ അവർ അതിൻ്റെ മുമ്പിൽ പോയി എന്നിട്ട് ഫോട്ടോ എടുക്കുന്നു. മൊണാസ്ട്രി ഇത് ഒരു ടെമ്പിളാണ്. ഇതിനുള്ളിലേക്കൊക്കെ നമുക്ക് ഇപ്പം അതൊക്കെ വലിയ വേറെ എന്തൊക്കെയോ പ്രശ്നങ്ങൾ ഇതിനുണ്ട്. കല്ലുകൊണ്ട് തന്നെ വലിയ മതിലുകളൊക്കെ കെട്ടിത്തിരിക്കണം. ഇതാണ് ഇതിൻ്റെ ഒരു ഭംഗി കേട്ടോ. നിങ്ങളിത് കണ്ടെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. അപ്പോൾ ഇനി എന്തെങ്കിലുമൊക്കെ സമയം കിട്ടുമ്പോൾ ഒന്ന് പോയി ഇവിടെയൊക്കെ ഒന്ന് കണ്ട് കേട്ടിരിക്കണം നല്ലതാണ്. അല്ല, കാണാൻ പറ്റിയില്ലെങ്കിലും ഈ ഫോട്ടോ ഒക്കെ കണ്ട് ഇങ്ങനെ ഒന്ന് ആശ്വസിക്കണം നല്ലതാണ് കേട്ടോ. ഇനി അവിടെ ഇവിടെയൊക്കെ വെള്ളവും ഉണ്ട്. ഈ മലയുടെ അടിഭാഗത്ത് വെള്ളം കണ്ടു. ലേക്കൊക്കെ കെട്ടി, ലേക്ക് പോലെ വെള്ളം. ഇവിടെ നല്ല ഉറവും നീരുറവും ഒക്കെ ഉണ്ട്. ഉണ്ടത് ഉറവ്, നീരുറവ് ഒക്കെ ഉണ്ട്. ഇത് കനാലാണെന്ന് എനിക്ക് തോന്നുന്നു. ഇവർ കൃത്രിമമായിട്ടുണ്ടാക്കിയതാണോ? അല്ല, ഇതൊക്കെ ഇവിടെ നാച്ചുറലായിട്ടുള്ള ഒരു സംഗതിയാണ്. ഉണ്ടോ? താഴെ ഭാഗങ്ങളിലൊക്കെ ഉണ്ട്. ഈ മലയിൽ നിന്നുള്ള നല്ല വെള്ളം വരുന്നതാണ്. നിങ്ങൾ കണ്ടെന്ന് ഞാൻ വിശ്വസിക്കണം. ഓക്കെ, ഉണ്ടോ? ഞങ്ങളിങ്ങനെ ഇതിന് ചുറ്റും നടന്ന് കാണുകയാണ്. ഇതിന് വേറൊരു ചരിത്രമുണ്ട്. ഇവിടെ വന്ന് ആരെങ്കിലും തെന്നി വീഴാന്നിരിക്കട്ടെ, താഴെ തെന്നി ഇവിടെ പോണ വഴികളിൽ എപ്പോഴെങ്കിലും തെന്നി വീണാൽ അവർ പറയണേ ആ വീഴുന്നവന് 2 വർഷത്തെ ആയുസുള്ളൂ. അത് കഴിയുമ്പോൾ അവൻ മരിച്ചു. 2 വർഷം കഴിഞ്ഞാൽ 2 വർഷത്തിനുള്ളിൽ അവൻ മരിച്ചു എന്നൊക്കെയാണ് ഇവർ പറയണത്. അപ്പോൾ അതുകൊണ്ട് ഇവിടെ ആൾക്കാർ തെന്നി വീഴാതെ വളരെ സൂക്ഷിച്ചാണ് നടക്കുന്നത്. ദൈവം മനുഷ്യന് തന്നെ ആയുസ്, എന്താണേലും മനുഷ്യൻ മരിക്കും. അപ്പോൾ അങ്ങനെ ധൈര്യമുള്ളവരും ഒക്കെ ഇവിടെ വന്നാൽ മതി. വീണാൽ പോയി കേട്ടോ, നിങ്ങളുടെ പരിപാടി കഴിഞ്ഞു. അതാണ് ഇവരുടെ മിത്ത്. ഓക്കെ. അപ്പം ഈ താഴോട്ട് ഇവർ ഇറങ്ങിപ്പോണുണ്ടോ. ഇതൊക്കെ അവരെ കഠിനമായി ആ പഴയ കാലങ്ങളിലൊക്കെ കഠിനമായി പീഡിപ്പിച്ചുകൊണ്ടിരുന്ന കാലഘട്ടങ്ങളൊക്കെ ഉണ്ട്. മനസ്സിലായോ? ഈ മോങ്കുകളല്ലേ, അവരൊക്കെ കഠിനമായി ഇവരെല്ലാം ഇറങ്ങി പോകുന്ന ആളുകളാണ്. അപ്പം അവരൊക്കെ വന്ന് ഇതിനുള്ളിൽ ഇങ്ങനെ ഈ ഷ്രൈൻ എന്നൊക്കെ അതിന് പറഞ്ഞുണ്ടോ, ഈ ഷ്രൈനുള്ളിലൊക്കെ ഇങ്ങനെ ജീവിതം, ഇവരുടെ ഹോൾ ലൈഫ് ഇവിടെ കൊണ്ട് അവസാനിക്കില്ലേ. അതിനപ്പുറത്ത് അവർക്ക് ലൈഫില്ല. അവരെല്ലാം ജനിച്ചപ്പോൾ മുതലെല്ലാം തിരിച്ച് അങ്ങനെയെല്ലാം അങ്ങനെ ഒരു സെക്ലൂഡഡ് ആയിട്ടുള്ളൊരു ലൈഫല്ലേ അവർ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ കാര്യങ്ങൾ. ഇവിടെ ടോയ്ലറ്റൊക്കെ ഉണ്ട്, അതിൻ്റെ ഷൈനാണ് കാണിച്ചേക്കുന്നത്. ആ പടം ഉള്ളതുകൊണ്ട് നമുക്ക് മനസ്സിലായി. അപ്പം സാധനം കണ്ടു എന്ന് ഞാൻ വിശ്വസിക്കണം. ഇതൊക്കെ കണ്ടോ, ഇതെല്ലാം ഇവരുടെ ബുദ്ധ ദൈവങ്ങളാണ്. കണ്ടോ, ബുദ്ധ ദൈവങ്ങളുടെ പിക്ചറുകളാണ്. ഇതൊക്കെ ആരാ ഇവിടെ കൊണ്ടുവന്ന് വെച്ചതെന്നൊന്നും നമുക്കറിയില്ല. എല്ലാം ഒരൊറ്റ ഇതേ ഉള്ളൂ. ഈ പ്രതിമകളെല്ലാം ഈ ബുദ്ധൻ്റെ പ്രതിമകളുള്ളൂ കേട്ടോ. എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ മതം ബുദ്ധ മതമാണ്. ഇവിടെ ആരൊക്കെയോ നേർച്ചകളോ കാഴ്ചകളോ ഒക്കെ കൊണ്ടുവന്ന് സമർപ്പിക്കണമാവാം. എന്താണോ ആയിരക്കണക്കിന് കല്ലുകൾ ഇങ്ങനെ കൂട്ടി വെച്ചിരിക്കുന്നുണ്ടോ, അതൊക്കെ നമുക്ക് കാണാവുന്ന കാഴ്ചകളുള്ളൂ. അതാണ് ഇവരുടെ ഒരു ചെറിയ വിശ്വാസം. അപ്പോൾ കണ്ടു കിട്ടി, കൂട്ടുകാരെല്ലാം എൻജോയ് ചെയ്തെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഓക്കെ, ഇനിയിപ്പോൾ അടുത്ത ഒരു വീഡിയോ ആയിട്ട് അടുത്ത സ്ഥലത്തുനിന്ന് നമുക്ക് അടുത്ത ദിവസങ്ങളിൽ നമുക്ക് കാണാം. ഓക്കെ, നിങ്ങളെ വേറൊരു ഡെസ്റ്റിനേഷൻ എത്തിച്ചേർന്നിരിക്കുകയാണ്. കണ്ടോ, ഈ ഡെസ്റ്റിനേഷൻ്റെ പേര് ഉഷിമി ഇനാരി എന്ന് പറഞ്ഞ സ്ഥലമാണ്. ഇനാരി എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ജപ്പാൻ ഭാഷയിൽ പറഞ്ഞ റൈസ് എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ പണ്ട് കാലത്തൊക്കെ ഇതിൻ്റെ ഒരു ചരിത്രമുണ്ട്, പ്രാചീന ചരിത്രം. അതായത് ഇത് AD 717 ഇവിടെ ഒരു ഷ്രൈൻ, അതായത് ഇവിടെ ഒരു ടെമ്പിൾ, ഷിൻഡോ
ബുദ്ധിസം. അപ്പോൾ അതിൻ്റെ ഒരു ടെമ്പിളാണ് ഇവിടെ നമുക്ക് കാണാൻ കഴിയും. ഞങ്ങൾ അങ്ങോട്ടേക്കുള്ള ഓൺ ദ വെയിലാണ്. അപ്പോൾ ഞങ്ങളങ്ങനെ ഓൺ ദ വെയിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുമല്ലോ മനോഹരമായ കാഴ്ചകൾ. ആളുകളെല്ലാം വിസിറ്റ് ചെയ്തിട്ട് തിരിച്ചു വരികയാണ്. അപ്പോൾ ഈ സമയത്ത് ഞങ്ങൾ അങ്ങോട്ട് കയറി പോവുക. ഇതിങ്ങനെ ഓൺ ഗോയിങ് പ്രോസസ്സാണ്. അപ്പോൾ അതിന് വഴിയരിയിൽ കണ്ടോ നല്ല ക്രാബ് സ്റ്റിക്കൊക്കെ ഉണ്ട്. അതൊക്കെ നമുക്ക് വേണമെങ്കിൽ അത് വന്നിട്ട് ഞങ്ങൾ വാങ്ങാമെന്നുള്ള ചിന്തയിലിരിക്കുക. അപ്പോൾ മനോഹരമായ കാഴ്ചകളാണ് ഇവിടെ കാണാൻ പോകുന്നത്. ഇവിടെ ഈ ഇനാരി എന്ന് പറഞ്ഞാൽ ഞാൻ ആദ്യം പറഞ്ഞല്ലോ, ഇതിന് റൈസ് എന്നാണ് പറയുന്നത്. എന്ന് പറഞ്ഞാൽ ഇവിടെ വരുന്ന ഈ ഷിൻഡോ ഷ്രൈൻസിൽ അതിന് പ്രാചീന ചരിത്രമൊക്കെ നിങ്ങൾക്ക് ഗൂഗിൾസൊക്കെ അടിച്ചാൽ നിങ്ങൾക്ക് അതിൻ്റെ സംഭവമൊക്കെ കിട്ടും. ഇപ്പം എന്തായാലും ഇവിടെ ആളുകൾ വരുന്നത് പ്രത്യേകിച്ച് എന്തിനാണെന്നറിയോ, ഈ അഗ്രികൾച്ചർ അതുപോലെ തന്നെ ബിസിനസ് അങ്ങനെയൊക്കെയുള്ള ഒരു അവരുടെ ഗ്രോത്ത് അതിന് നമ്മൾ പറയില്ല. ഇവിടെ അങ്ങനെയൊക്കെ അഗ്രികൾച്ചറും ഞങ്ങളുടെ കൃഷി വ്യവസായം ഇങ്ങനെയുള്ള അനുഗ്രഹങ്ങളൊക്കെ നൽകി തരുന്ന ഒരു ദേവനെയാണ് ഇവിടെ പ്രതീക്ഷിച്ചിരിക്കുന്നത്. ഇതിന് ഈ മലയുടെ മണ്ടയ്ക്കാണ് ദേവൻ. അപ്പോൾ അവിടെ നമുക്ക് ഇതുണ്ട്. ഇതൊക്കെ അതിൻ്റെ ോടനുബന്ധിച്ചുള്ള ഷ്രൈൻസ്. ആളുകളൊക്കെ ആളുകളെല്ലാം ഒരുപാട് ആളുകളൊക്കെ അങ്ങോട്ടേക്ക് കയറിപ്പോകും. ഇവിടെ അഡ്മിഷൻ ഫീസൊന്നുമില്ല. ഇവിടെ നമുക്ക് വേണമെങ്കിൽ ഈ ഷ്രൈൻസിലൊക്കെ അപ്പോൾ ഇവിടെ ധാരാളമായി കാഴ്ചകളും ഒക്കെ ഉണ്ട്. ഇപ്പം മിക്കവാറും ഇവിടെയൊക്കെ ബിസിനസ് സെൻ്ററായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ ഏതായാലും ധാരാളം ടൂറിസ്റ്റുകൾ ഇത് ഡേ ടു ഡേ ബേസിൽ വന്ന് ഇപ്പോൾ സന്ദർശിച്ച് പോണു. ഇപ്പോൾ ഒരു അല്പം മഴയും കാര്യങ്ങളൊക്കെയാണ് ഞങ്ങൾ ഈ വന്ന സന്ദർഭത്തിൽ. എന്നാലും ഇവിടെ ടൂറിസ്റ്റുകൾക്കോ യാതൊരു കുറവും ഈ ഏരിയയിലില്ല. കണ്ടോ ഇവിടെ ഇങ്ങനെ ഷ്രൈൻസ് കെട്ടി ഇവർ ഉണ്ടാക്കിയിരിക്കുകയാണ്. ഇന്നിപ്പം ഒരു പ്രദർശനം മാത്രമായി മാറി. അപ്പോൾ ഇവിടെ മെയിൻലി ആളുകൾ ടൂറിസ്റ്റുകളാണ് വരുന്നത്. എന്നാൽ ഈ വരുന്ന ആളുകൾ ഈ അനുഗ്രഹം തേടി വരുന്ന ആളുകളുണ്ട്. നമ്മൾ ഈ മലകളിലൊക്കെ പോവില്ല, മലയാറ്റൂർ പോവും, ശബരിമലയിൽ പോവും. ഇങ്ങനെയൊക്കെ പോകുമ്പോൾ അവിടെയൊക്കെ അനുഗ്രഹത്തിന് വേണ്ടിയല്ലേ ഇവിടെയൊക്കെ ആളുകൾ പോണേ എന്ന് പറഞ്ഞാൽ ഇവരുടെ ഒരു അനുഗ്രഹ പ്ലേസാണ് ഈ സ്ഥലം. ഈ മലയിൽ ഒരു ദേവനുണ്ട്. ഈ ദേവൻ പേര് ഇന്നാരി എന്നാണ്. എന്ന് പറഞ്ഞാൽ അരി എന്നാ അതിൻ്റെ ട്രാൻസ്ലേഷൻ. അരി എന്ന് പറയുന്ന ധാന്യങ്ങൾ, അഗ്രികൾച്ചർ. നിങ്ങൾക്ക് നല്ല അഗ്രികൾച്ചർ ഒക്കെ വേണമെങ്കിൽ ആ ദേവൻ്റെ അനുഗ്രഹമൊക്കെ വാങ്ങാൻ വേണ്ടിയാണ്. അപ്പോൾ അവിടെ ഈ മലയിലെല്ലാം ഒരുപാട് ഫോക്സ് ഉണ്ടെന്നാണ് പറയുന്നത്. ഫോക്സ് അപ്പോൾ ഉണ്ട്, ഫോക്സ് ഉണ്ട്. അപ്പോൾ ഈ ഫോക്സ് ഇവിടെ വന്ന് ഇവർക്ക് ബിസിനസ് സെൻറ്ററും കാര്യങ്ങളൊക്കെയുണ്ട്. അപ്പോൾ ഈ ഫോക്സ് ഇവിടെ കാണുമ്പം അതിൻ്റെ സ്റ്റാച്യൂസൊക്കെ ഒരുപാട് ആളുകൾ നിർമ്മിച്ച് കൊണ്ടുവന്ന് ഇവിടെ വയ്ക്കും. അപ്പോൾ ഈ ഫോക്സിൻ്റെ സ്റ്റാച്യൂസ് വയ്ക്കുന്ന ഒരു സ്ഥലവും കൂടെയാണ് കേട്ടോ ഇവിടെയൊക്കെ. ആ പോണ വഴിയിൽ ഞാൻ കാണിച്ചു തരാം മല കയറുമ്പോൾ. അപ്പോൾ ഈ സ്റ്റാച്യൂസ് കണ്ട അർത്ഥം ആളുകൾ ഡൊണേറ്റ് ചെയ്യുന്നതാണ് ഈ സ്റ്റാച്യൂസ് കേട്ടോ. കണ്ടോ ഇവന് ഫോക്സ് ഇരിക്കണുണ്ടോ? ഇതിൻ്റെ മുകളിൽ സ്റ്റാച്യു, ഫോക്സിൻ്റെ സ്റ്റാച്യു ആണ് നമ്മളെ വെൽക്കം ചെയ്യുന്നത്. ഇതുകൊണ്ട് ഈ ഫോക്സാണ് ഇവിടെ നിറച്ചും. ഈ മലയിൽ ഇഷ്ടംപോലെ ഫോക്സ്, ജീവനുള്ള ഫോക്സും ഉണ്ടെന്നാണ് പറഞ്ഞത്. നോക്ക് ഫോക്സ്. ഈ ഫോക്സിൻ്റെ അർത്ഥം എന്നാന്ന് ചോദിച്ചാൽ ഈ ഫോക്സാണ് ഈ ഇന്നാരി ദേവൻ്റെ മെസ്സഞ്ചർ. ഇവനെയാണ് കാര്യങ്ങളൊക്കെ പറഞ്ഞ് പുള്ളി ഏൽപ്പിച്ച് വിടുന്നത് കേട്ടോ. അപ്പോൾ ഇത് നമ്മളിങ്ങനെ കാണും. അപ്പോൾ നമ്മൾ ഓർത്തോളണം. ഉണ്ടോ മനോഹരമായ ദൃശ്യങ്ങളാണ് ഇതൊക്കെ. ഇങ്ങനെ ഈ മല അങ്ങേയറ്റം വരെ. ഇവിടെ ഫീസൊന്നും വേണ്ട കേട്ടോ, ഫ്രീയാണ്, എല്ലാവർക്കും ഫ്രീയാണ്. ഫോട്ടോ എടുക്കാം. അതുകൊണ്ട് ഇങ്ങനെ ഓരോ ചിത്രങ്ങളൊക്കെ, ഓരോ സ്റ്റാച്യൂസ്. ഇങ്ങ് മുകളിലേക്ക് പോകുമ്പം നമുക്ക് സ്റ്റാച്യൂസ് കാണാൻ പറ്റും. ആളുകളൊക്കെ എന്നെ ബൈപ്പാസ് ചെയ്ത് ഉണ്ട്. അവർക്ക് ക്ഷമയില്ല. അതുകൊണ്ട് ഇത് ഇങ്ങനെ പോകണം മലയുടെ മണ്ടയിലേക്ക് ഇങ്ങനെ കയറിയാണ്. ഓക്കെ. ഇപ്പം ഈ സൈഡിൽ കൂടെയൊക്കെ വനങ്ങളാണ്. വലിയ ഫോറസ്റ്റാണ്. ഈ സൈഡിൽ കൂടെയൊക്കെ ആളുകളിങ്ങനെ പോകുന്നുണ്ട്, നടക്കുന്നുണ്ട്, ഫോട്ടോ എടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ നിങ്ങളെല്ലാം ഇവിടുത്തെ ഈ ദൃശ്യഭംഗി ഒന്ന് കാണിച്ചു തരികയാണ്. ഒരു മല, ആ മലയിൽ കുറേ
കരകൗശല പണികളും ഇത് വൃത്തിയാക്കി സൂക്ഷിച്ചിട്ടുണ്ട്. ഇതിനൊരു ഐതിഹ്യവും കാര്യങ്ങളൊക്കെ ഹിസ്റ്റോറിക്കൽ ഒരു മുഖച്ഛായൊക്കെ വരുത്തി ആളുകൾ എന്തോ ജപ്പാനീസ് കാശുണ്ടാക്കുന്ന അങ്ങനെയാണ്. നമ്മുടെ നാട്ടിലൊക്കെ എന്തുമാത്രം മലകളാണ്, അവിടെയൊക്കെ എന്തുമാത്രം ഈ ഇന്നാരി എന്നുള്ള ദേവന്മാരൊക്കെ ഇരിപ്പുണ്ടാവും. പക്ഷെ അതിനൊക്കെ എന്തുകൊണ്ട് ഒരു കാഴ്ചപ്പാട് ഉണ്ടാവണം, ഒരു വിഷൻ ഉണ്ടെങ്കിൽ അവിടെ ആളുകളുണ്ടായിരുന്നെങ്കിൽ കാശായിട്ട് മാറിയേനെ അതൊക്കെ. അപ്പോൾ ഇന്ന് നമ്മുടെ ഗവൺമെൻറ്റിനോ അതിനൊന്നും വലിയ സാധ്യതകളൊന്നും കൽപ്പിക്കാത്തതുകൊണ്ട് ഇവിടെയുള്ള ഗവൺമെൻറ് ഒരു ചെറിയ മല പോലും ഒരു വിട്ടിട്ടില്ലെന്ന അർത്ഥം. ഇതേ ഒരു ബോക്സിൻ്റെ സ്റ്റാച്ചു കണ്ടോ, അവനാണ്. ഇപ്പോൾ നമ്മളിവിടെ വന്നിട്ടുണ്ടെങ്കിൽ അവൻ്റെ വായിലൊരു എന്തുവാ അവൻ്റെ വായിലൊരു ചുരുള് പിടിച്ചിട്ട് വെച്ചിട്ടുണ്ട് ചോദിച്ചു. അപ്പോൾ ആ പുള്ളിക്കാരൻ ഞങ്ങളിങ്ങനെ തീരെ ചെറിയൊരു ആർട്ടിഫിഷ്യൽ ഒരു ടണലിനുള്ളിൽ കൂടെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അങ്ങ് ചെല്ലുമ്പോൾ ഞങ്ങൾ ഇതിങ്ങനെ കിലോമീറ്റർ കണക്കിനുണ്ട്. ഇപ്പോൾ ഇവിടെ ഒന്നും നിങ്ങൾക്ക് കാര്യമായിട്ട് കാണാനില്ല. അപ്പോൾ അത് ഞാൻ നിർത്തട്ടെ, ഞാൻ കണ്ടിന്യൂ ചെയ്യാം അടുത്തതിൽ കേട്ടോ. മൗണ്ടനാറിയിലേക്ക് പോവാണ്. മൗണ്ടനാറിയിൽ ഇങ്ങോട്ട് എൻ്റെ ആദ്യം നിങ്ങൾ കണ്ടല്ലോ, അത് കഴിഞ്ഞ് ഞാൻ കുറച്ച് ഡിസ്കണ്ടിന്യൂ ചെയ്തു. കാരണം ഇതിനുള്ളിൽ കൂടെയാണ് ദീർഘമായ ദൂരങ്ങൾ പോകുന്നത്. ഈ മൗണ്ടനാറിയിലേക്ക് വരുമ്പോൾ ആളുകൾ കുറഞ്ഞു വരും. ഇവിടെ ഇപ്പോൾ 2 പേര് മാത്രമേ ഞങ്ങൾക്ക് മുന്നിൽ പോകുന്നുള്ളൂ. വലിയൊരു ഗ്രൂപ്പ് ഞങ്ങളുടെ അടുത്ത് വന്ന ഇതിലൊരു ഒരു ചെറിയ കണ്ടോ, ഇതൊരു വനപ്രദേശത്തിൻ്റെ വീതിയാണ്. മൗണ്ടനാറിയിലേക്ക് ഇങ്ങനെ പോകും, കിലോമീറ്റർ ഇതുണ്ട്. ഇത് പോയാൽ അവിടുത്തെ ഈ ദേവൻ പോയി ഇരുന്ന സ്ഥലമാണെന്നാണ് പറയുന്നത് ഈ മൗണ്ടനാറി. ആ മൗണ്ടനാറിയിൽ ദേവൻ ഇരുന്ന് ആ ദേവനെ ഒരു ശ്വാനായിരുന്നു എന്നാണ് ആദ്യം. അപ്പോൾ ഏതോ ഒരു അത്ഭുതം നടന്നതാണ്. ഒരു ശ്വാനെ എറിഞ്ഞ് ശ്വാൻ അവസാനം ചെന്ന് പെട്ടത് ഈ മൗണ്ടനാറിയിൽ മുകളിലാണ്. അവിടെ പോയിരുന്നു. അത് ഒരു റൈസായിട്ട് ഗ്രോ ചെയ്തു. അപ്പോൾ അത് റൈസായിരുന്നു. അപ്പോൾ അങ്ങനെ റൈസായിട്ട് അപ്പോൾ എന്ന് പറഞ്ഞാൽ അവിടെ അരി ഉണ്ടായി. അപ്പോൾ അതുകൊണ്ട് അവന് ഈ അരി എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ അത് അരിയാണ്. അപ്പോൾ അങ്ങനെ ഇതൊരു വലിയ പ്രോസ്പെരിറ്റിക്ക് വേണ്ടിയാണ് ആളുകൾ ഇവിടെയൊക്കെ ഇങ്ങനെ സന്തോഷിക്കുന്നത്. ഇപ്പോൾ നോക്കിയാൽ ഓൾറെഡി ഇരുട്ടായി. ഇടയ്ക്കൊക്കെ ചെറിയ ലൈറ്റൊക്കെ അവർ ഇട്ട് വെച്ചിട്ടുണ്ട്. ഇത്രയും മാത്രമേ ഉള്ളൂ. പക്ഷേ മൊത്തത്തിൽ ഇപ്പോൾ നോക്കിയാൽ കണ്ടോ ആളുകൾ കുറേ ഓട്ടക്കളത്തിൽ ഓടുവാൻ അനേകർ വന്നു. പക്ഷേ ബിരുദ പ്രാപിക്കുന്നവർ കുറച്ച് പേരെന്ന് ബൈബിളിലൊരു വാക്യമുണ്ടല്ലോ. ഇപ്പോൾ ആളുകളുടെ നമ്പർ കുറഞ്ഞ് കണ്ടോ, ഇപ്പോൾ വളരെ പരിമിതമായി മാറി. ഇപ്പം ശരിക്കും ഞങ്ങളുടെ മുമ്പിൽ ഇപ്പോൾ വേറെ ആരുമില്ല. ഇപ്പോൾ ഞങ്ങൾ മാത്രമേ ഉള്ളൂ. ഞാനും ഷാനും മോനും മാത്രമേ ഉള്ളൂ. ഞങ്ങളിങ്ങനെ നടന്നു പോവുക. എന്തായാലും കുറച്ചങ്ങ് നടക്കാമെന്നുള്ള ചിന്തയിൽ ഇനി വരുകയും ചെയ്തു. ഇന്ന് നടപ്പ് തന്നെയായിരുന്നു. എന്തായാലും നിങ്ങളെ കാണിക്കണം എന്നുള്ളൊരു ഉദ്ദേശമുണ്ട്. ഈ ആളുകളെല്ലാം മല താഴോട്ടിറങ്ങി അവരുടെ വലിയ അവസാനത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. പക്ഷെ ഞങ്ങൾ ഇപ്പോൾ കയറണുള്ളൂ കേട്ടോ. ഇവരൊക്കെ എന്തോ സന്തോഷം കിട്ടിയതുപോലെയാണ്. ഈ വരവൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഏതോ കാര്യം സാധിച്ചതുപോലെ ഉണ്ട്. അപ്പോൾ എന്തായാലും കാര്യങ്ങൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഇതെല്ലാം ഒരു ഞങ്ങൾ സ്റ്റെപ്പ് കയറിക്കൊണ്ടേയിരിക്കുകയാണ്. ഇതെവിടം വരെ ഞങ്ങൾ കയറുമെന്ന് അറിയില്ല. അവർ പറഞ്ഞതനുസരിച്ച് ഇത് ഏകദേശം 800+ മീറ്റർ ഹൈയിലാണ് ഈ മൗണ്ടൻ. അപ്പോൾ ആ മൗണ്ടൻ കയറണമെങ്കിൽ ഒരു 1 to 2 hours. അത് നമ്മുടെ സ്റ്റാമിന അനുസരിച്ചിരിക്കും കേട്ടോ. തടിയുള്ളവർ കയറാൻ നോക്കിയാൽ ചിലപ്പോൾ 1 to 2 എന്നുള്ളത് 6 to 8 hours ആയിരിക്കും. പത്തല എൻ്റെ കണക്ക് ഈ പത്തലയായിട്ടുള്ളവർക്കൊക്കെ ചിലപ്പോൾ 1 to 2 എന്നൊക്കെ ഉള്ളത് അതിന് മുമ്പും കയറി അവിടെ ചെല്ലാനായിട്ട് സാധിക്കും. ഇപ്പം ഞങ്ങളൊരു മൗണ്ടനിലൊരു
ഒരു ലേക്ക് പോലെ വന്നിട്ടുണ്ട്. പിന്നെ അങ്ങോട്ടേക്കുണ്ട്. ഇവിടെ 1 way ഫ്രം ഹിയർ ടു ടോപ്പ് 14 minutes ഇവിടെ ഉണ്ടെന്ന് എഴുതിയാണ്. അപ്പോൾ നോ ഗാർബേജ് ക്യാൻ, നോ റെസ്റ്റ് റൂം ഹിയർ. ഇവിടെ റെസ്റ്റ് റൂം എന്ന് പറഞ്ഞാൽ ടോയ്ലറ്റോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളൊന്നും ഇവിടെ ഇല്ല. ഇവിടുന്ന് 40 minutes ഇനി ഓക്ക് ഞങ്ങൾക്ക് ബാലൻസ് ബാക്കി കിടപ്പുണ്ട്. എന്നാലും ചെയ്തുകൊണ്ട് ഇതിനുള്ളിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ. അപ്പം അത് കറുത്ത ബ്ലാക്ക് ഷെയ്ഡായി. പക്ഷേ എൻ്റെ ഫോക്സും പിന്നെ നാരിയും ഒക്കെ ഇരിക്കുന്ന ഒരു സ്ഥലമാണ്. അതിനി ഇങ്ങനെ അങ്ങ് പോകും. പക്ഷെ ഇനിയും ഞങ്ങൾക്ക് മുകളിലേക്ക് പോകാൻ കഴിയുമോ എന്നുള്ളത് അറിയില്ല. കാരണം ഈ മുകളിലേക്ക് ഇനി അധികം ഇപ്പം ഇരുട്ടായി. കണ്ടോ, നിങ്ങൾ ഇങ്ങോട്ട് നോക്കി പുറത്തോട്ട് പോയി അറിയാം, ഇരുട്ടായി. ഇനിയിപ്പോൾ ഈ ഇരുട്ട് ഞങ്ങൾ എല്ലാവരും മല ഇറങ്ങുമ്പോൾ ഞങ്ങൾ മല കയറിയിരുന്നു. കയറി കുറച്ചും കൂടെ ഞങ്ങൾ കയറാമെന്നൊരു ചിന്തയിലാണ്. ഇങ്ങനെ കണ്ടോ എത്രയോ സ്റ്റെപ്പുകളാണ്. അപ്പോൾ നിങ്ങൾ ഓർത്തുണ്ട് ഇതൊക്കെ ഇതിനു മുമ്പ് ഉള്ള ഒരു കാലഘട്ടത്തിൽ AD 717 ആ ഇയർ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്ക് എങ്ങനെയായിരുന്നു. ഇവിടെ ഈ മലയുടെ മണ്ടയിൽ ഇങ്ങനെ വല്ല മനുഷ്യരും വരുമോ അല്ലെങ്കിൽ ചവിട്ടുമോ ഒന്നും ചെയ്യില്ല. ഒരു ഐതിഹ്യം, ആ ഐതിഹ്യത്തിൻ്റെ പുറത്ത് ഇവരെന്ത് ചെയ്തു, നല്ല മനോഹരമായ സ്റ്റെപ്പൊക്കെ ഉണ്ടാക്കി ഗവൺമെൻറ് ടൂറിസത്തെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടിയുള്ള കാര്യങ്ങളാണ് ഈ ചെയ്യുന്നത്. ടൂറിസ്റ്റ് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇവരുടെ എക്കണോമി എല്ലാം എന്ത് ചെയ്യും, ഒരുപാട് വ്യത്യാസമുണ്ട്. ഇവിടുത്തെ ലോക്കൽസിലൊക്കെ ഭയങ്കര, ഇവിടെ എല്ലാം ബിസിനസ്സുകാരാണ്. അവരുടെ ലോക്കൽ സാധനങ്ങളെല്ലാം വെളിയിലെടുത്ത് വയ്ക്കുന്നു. ഉണ്ടോ, അത് പ്രോണായി, ഫിഷായി, അവരുടെ സൂപ്പായി, ഇതിനൊക്കെ ഭയങ്കര ചിലവല്ലേ. ഈ വരുന്ന ആളുകളൊക്കെ അവിടെ പോയി എന്ത് ചെയ്യും, അത് കഴിക്കും. അപ്പോൾ അവരെ സംബന്ധിച്ച് വലിയൊരു ഇൻകമാണ്, സ്റ്റേറ്റിന് വലിയൊരു ഇൻകമാണ്. അതുപോലെ അവർ ഈ ഇവിടുത്തെ ടൂറിസം ബൂസ്റ്റ് ചെയ്ത് ഈ ടൂറിസത്തിൻ്റെ വലിയ സാധ്യതകൾ അവർ കണ്ടെത്തി. അങ്ങനെ മനോഹരമാക്കി അവർ തീർത്തു. അതാണ് ഒരു ലീഡറുടെ വിഷൻ. ഇവിടുത്തെ ഉണ്ടായിരുന്ന ലീഡേഴ്സിൻ്റെ വിഷൻ ഉണ്ടായിരുന്നുകൊണ്ട് അവർ മുമ്പോട്ടുള്ള പോസിബിലിറ്റീസ് അവർ കണ്ട് എത്തി. അങ്ങനെ കൺട്രി എന്ത് ചെയ്തു, അവർ ഈ കൺട്രിയെ ഡെവലപ്പ് ഇമ്പ്രൂവ് ചെയ്തു. അത്രമാത്രം ഡെവലപ്മെൻറ്റ് ഈ രാജ്യങ്ങളിൽ വന്നു. എത്ര ദശലക്ഷക്കണക്കിന് ആളുകൾ ഈ രാജ്യത്ത് വന്ന് ഇവിടെ ഇത് കണ്ട് കേട്ട് പോവുകയാണ്. ഈ വരുന്നവരെല്ലാം അവരെ ഈ ട്രെയിൻ പിടിച്ചാണല്ലോ ഇവിടെ വരാൻ പറ്റൂ. അപ്പോൾ ട്രെയിനിൽ എത്രയോ ഇൻകം, ട്രാൻസ്പോർട്ടേഷൻ്റെ ഇൻകം, അതുപോലെ തന്നെ അവരുടെ ബിസിനസ് ഇൻകം അല്ലേ, അഗ്രികൾച്ചർ പ്രൊഡക്ഷൻ, ഇങ്ങനെ ഇവിടുത്തെ സാധാരണക്കാർക്കെല്ലാം ബിസിനസ്. ഇനിയും ഓട്ടോറിക്ഷ, ഈ ഡ്രൈവർമാർ സൈക്കിൾ റിക്ഷ പോലെ, അപ്പോൾ അത് ഉന്തുന്നവർ, അവർക്ക് ബിസിനസ്, ഇങ്ങനെ വലിയൊരു ബിസിനസ് സാമ്രാജ്യം ഇവരിതുകൊണ്ട് എന്ത് ചെയ്തു, ഉണ്ടാക്കിയെടുത്തു. അത്ര ശ്രേഷ്ഠമാണ്. കേട്ടോ, ഈ മല കയറി താഴെ ചെല്ലുമ്പോൾ ഡെഫിനറ്റ്ലി ആളുകൾ എന്ത് ചെയ്യും, ഇവിടുത്തെ വെള്ളം ആരങ്ങിയ വെള്ളം, ഓറഞ്ച് ജ്യൂസോ പ്രോണോ ഏത് റാവോ ഇതൊക്കെ മേടിച്ച് കഴിച്ചില്ലെങ്കിൽ അതിൽ പോകുള്ളൂ. കാരണം ഇങ്ങോട്ട് കയറുമ്പോഴത്തേക്ക് ഈ വയറ്റിലെ സംഗതി എല്ലാം എന്ത് ചെയ്യും, പരിപാടി കഴിയും. കണ്ടോ, അത്രയ്ക്ക് ശ്രദ്ധമായിട്ട് അവർ ഈ രാജ്യത്തെ, ഇവിടുത്തെ ആളുകൾ സ്നേഹിച്ചു. ഈ രാജ്യത്തിന് വേണ്ടി അവർ പണിത് കാര്യങ്ങൾ ഒപ്പിച്ചു. നമ്മൾ എന്തെങ്കിലും പണിത് നമ്മുടെ കീശയിൽ വീഴണം, നമുക്കോ നമ്മുടെ മക്കൾക്കോ ദേശത്തിന് വേണ്ടി ഒന്നുമില്ല. പക്ഷെ ഇവരങ്ങനെയല്ല, മക്കൾക്കും അപ്പനും അമ്മയ്ക്കല്ല, അവരുടെ രാജ്യത്തെ അവർ അത്രമാത്രം എന്ത് ചെയ്തു, സ്നേഹിച്ചതുകൊണ്ട് ഈ രാജ്യത്തിന് വേണ്ടി ഇത് അവർ ഉണ്ടാക്കിയെടുത്തു. ഈ മുകളിലേക്ക് ഇങ്ങനെ കിടക്കുകയാണ്. ഒരുപാട് വഴികളും കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇത് ഇങ്ങനെ വ്യാപിച്ച് കിടക്കുക.
നോക്കിക്കൊള്ളേ, ഇതൊക്കെ ഇങ്ങനെ ഒരുപാട് കിലോമീറ്റർ ഇനി സഞ്ചരിക്കാനുണ്ട്. ഇനി ഏതാണ്ട് ഞങ്ങൾ ഒരു 30 മിനിറ്റ്സോടെ നടന്നാൽ ഈ മലയുടെ മണ്ടയ്ക്ക് ഞങ്ങൾക്ക് പോകാൻ പോയി. ഞങ്ങൾ മുമ്പിൽ ഇപ്പോൾ 2-3 പേര് അവർ പോയി. ഇതൊക്കെ ചെറിയ വീടുകളാണ്. ഇവിടെ ആളുകൾ താമസമുണ്ടെന്ന് എനിക്ക് തോന്നുന്നതോ ഈ വല്ല റെൻറ്റിന് കൊടുക്കണമാണോ ഒന്നും അറിയില്ല. ഞാൻ ഈ സൈഡിൽ കെട്ടിയിട്ട് ഈ വനത്തിൽ മണ്ടയ്ക്ക് ഇവിടെ ഒന്നും വണ്ടി പോലും വരില്ല. എങ്ങനെ ഇവരിത് കൈകാര്യം ചെയ്യുമെന്ന് എനിക്കറിയില്ല. കണ്ടോ, ഇവർ ഇത് ടൂറിസത്തിന് വേണ്ടി കെട്ടിയുണ്ടാക്കിയേക്കണത് ഇതിന് ഈ മലമണ്ടയ്ക്ക്. കണ്ടോ, ഇതൊക്കെ ഒരു വലിയ മലയാണ്. ഇവിടെ നടന്നു കയറാൻ പറയാത്ത ആൾക്കാർക്ക്. ഇവിടെ ഈ സാധനം എങ്ങനെ വന്നു, എങ്ങനെ ഇവരിത് ഉണ്ടാക്കി എന്നൊന്നും നമുക്കറിയാം. അത്ര ക്രിയേറ്റിവിറ്റിയാണ് ഇവിടെ ഈ ആളുകൾക്ക്. അത്ര ക്രിയേറ്റിവിറ്റിയാണ് എല്ലാം. അവർ കുറുക്കൻ്റെ ചങ്ങലയൊക്കെ ഇടിച്ച് അവൻ്റെ ഫോട്ടോ ഒക്കെ മെസ്സഞ്ചർ ഉണ്ട് പുള്ളിയിരിക്കുന്നുണ്ട്. അപ്പം ഇങ്ങനെ കുറുക്കൻ്റെ ഇങ്ങനെ ഇവിടെ നീളം കുറുക്കനാണ്. അപ്പോൾ ഈ വനത്തിലൊക്കെ കുറുക്കനുണ്ട്, ഇഷ്ടം പോലെ കുറുക്കനാണ്. നിങ്ങൾ നോക്കിക്കൊണ്ട് ഈ മല, ഒരു മലയുടെ രൂപ ഞാൻ മുകളിലേക്ക് കാണുന്നത്. ഈ മലയിൽ കൂടെയാണ് വഴി അവർ ഇത്ര മനോഹരമാക്കി കല്ലൊക്കെ വെച്ച് ടൂറിസ്റ്റുകൾക്ക് അട്രാക്ഷൻ ചെയ്യാൻ അവർ ഇത്രയും മനോഹരമാക്കി കാര്യങ്ങൾ ചെയ്തു. കണ്ടോ, ഇനി ഇതിൽ കൂടുതൽ എന്തോ ഇവിടെ ചെയ്യാനുണ്ട്. നമുക്കിത് ഒക്കെ കാണുമ്പോൾ നമ്മുടെ ക്രിയേറ്റിവിറ്റി എന്താണെന്നും കൂടെ നമ്മളൊന്ന് ചിന്തിക്കേണ്ട വളരെ നന്നായിരുന്നു. ഇങ്ങനെ ഓരോരുത്തരും അവനവൻ്റെ രാജ്യത്തിന് വേണ്ടി പ്രസ്ഥാനത്തിന് വേണ്ടിയൊക്കെ നിന്നെങ്കിൽ ഉണ്ടല്ലോ ഇന്ന് എത്രമാത്രം ശ്രേഷ്ഠമായി മാറിപ്പോയി. ഇത് അപ്പന എൻ്റെ കാര്യം നടക്കണം, ആര് വന്നാലും വേണ്ടില്ല, ആര് പോയാലും വേണ്ടില്ല, എൻ്റെ കീശയിൽ പണം വീഴണമെന്നുള്ള ചിന്ത നമ്മളെയൊക്കെ ഭരിക്കുമ്പോഴാണ് ഈ പ്രശ്നങ്ങൾ കേട്ടോ. ഞാൻ എനിക്ക് ഈ മുകളിൽ കയറും തോറും ഓക്സിജൻ്റെ കുറവുണ്ടാവും. ഇത് മലയല്ലേ, ഞങ്ങളിങ്ങനെ ഇപ്പോൾ ഏതാണ്ട് കണ്ടോ ഇവിടെ ഡോൺ ലീൻ എന്ന് പറഞ്ഞ എഴുതി വെച്ചാൽ ചാരിയ ചിലപ്പോൾ പൊളിഞ്ഞു പോയിരിക്കും. എന്തായാലും കൊള്ളാം, അതിനകത്തും ആളുകളുണ്ട്. അപ്പം പിന്നെ അടുത്ത സെക്ഷൻ മുകളിൽ ചെന്നിട്ട് കാണിക്കാം കേട്ടോ. ഓക്കെ. ഇപ്പോൾ നമ്മുടെ വീഡിയോ ഇവിടം വരെ നമ്മൾ എത്തിക്കണ്ട. ഞങ്ങളിപ്പോൾ മൗണ്ട് ഇന്നാരിയുടെ മുകളിലായി. ഇവിടെ എല്ലാ ആളുകൾ ഇതുണ്ട്. ഇന്നാരി ദേവൻ്റെ, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞില്ല ഇത് ഷിൻഡോ ഷ്രൈനാണ്. അപ്പോൾ ഇവിടെ ദേവൻ വന്ന് കുടിയിരുന്ന സ്ഥലം ഇവിടെയാണ്. അതുകൊണ്ട് ഇവിടെ ആളുകൾ വന്നിട്ട് കണ്ടോ, ഇവനാണ് ഈ ശരി കുറുക്കൻ. കണ്ടോ ഫോക്സ്, ആ ഫോക്സിൻ്റെ വായിൽ കണ്ടോ ഒരു സ്ക്രിപ്റ്റ്, ഒരു ചുരുള് വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഇവിടെയൊക്കെ നിങ്ങൾക്ക് കാണാം മുഴുവൻ ഫോക്സും അതിനോടനുബന്ധിച്ച് അപ്പോൾ ഫോക്സ് അത് ഒരു മെസ്സഞ്ചറാണ്. ഈ ഇന്നാറി ദേവൻ്റെ ഒരു മെസ്സഞ്ചറാണ് ഇവൻ. അപ്പോൾ ഇവൻ ഇങ്ങനെ കണ്ടോ സ്ക്രിപ്റ്റ്, അവൻ്റെ വായു എല്ലാം കുറുക്കൻ്റെ ഈ പുള്ളീനെയാണ് ഇന്നാറി ദേവൻ പറഞ്ഞയച്ചുകൊണ്ടിരുന്നത് മെസ്സഞ്ചറായിട്ട്. അപ്പം ഇവിടെ വന്ന ആളുകൾ കുറുക്കനെ ഉണ്ടാക്കി ഇങ്ങനെ കൊടുക്കും. കണ്ടോ, അപ്പം നിങ്ങൾ ഓൺ ദ ടോപ്പ് ഓഫ് ദ മൗണ്ടൻ. ഇനി അങ്ങോട്ട് ടോപ്പില്ല. അപ്പോൾ ഇവിടെ വരെ കണ്ട് ഇതെല്ലാം ആളുകൾ കോൺട്രിബ്യൂട്ട് ഡൊണേറ്റ് ചെയ്ത് അല്ലെങ്കിൽ അവരുടെ പ്രോസ്പെരിറ്റിക്ക് വേണ്ടി കൊണ്ടുവന്ന് വെച്ചുകൊണ്ടിരുന്ന സാധനങ്ങളാണ്. ഇപ്പം നിങ്ങൾ കണ്ടല്ലോ സംഗതി. ഇതാണ് ഇന്നാരി ദേവൻ. അപ്പോൾ ഇവിടെ കാണാൻ, ഇവിടെ ചവിട്ടാനൊക്കെ ആളുകൾ വരും. എന്താണെന്ന് ചോദിച്ചാൽ അവർക്ക് അവരുടെ പ്രോസ്പെരിറ്റിക്ക് വേണ്ടി അവിടെ ബ്ലെസ്സിങ്സാണ്. അഗ്രികൾച്ചർ ബിസിനസ് ചെയ്യുന്നവർ ബിസിനസ് അവർ ഇവിടെ വന്ന് പ്രാർത്ഥിച്ച് തൊഴുത് അവർ പോവും. ഇങ്ങനെ ഉണ്ടോ എന്തുമാത്രം കുറുക്കന്മാരുണ്ടാക്കി വെച്ചേക്കുന്നു കണ്ടോ. അതാണ് അവരുടെ സങ്കല്പം. അവരുടെ വേദങ്ങളിലൊക്കെ ഈ ബുദ്ധിസത്തിലൊക്കെ പറയുന്ന കാര്യങ്ങൾ മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുകയാണ് കേട്ടോ. ഓക്കെ. അപ്പം നമുക്കിനി അടുത്ത ദിവസം അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. ഓൾ റൈറ്റ്, ബൈ.